ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹോയാനിലാണ്. ഹോയാനിലെ കോക്കനട്ട് വില്ലേജിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നാരോ ആയിട്ടുള്ള വഴിയാണ്, നമ്മുടെ വണ്ടി പോകത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നാണ് പോയത്. ഇതാണ് നമുക്കുള്ള ബാസ്ക്കറ്റ് ബോൾ സർവീസൊക്കെ ടിക്കറ്റ് എടുത്ത ഏരിയ. ഇതിൽ ഒരു ബാസ്ക്കറ്റ് ബോട്ടിലാണ് നമുക്ക് പോവേണ്ടത്. 2 പേരാണ് ഒരു ബാസ്ക്കറ്റ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ 4 പേരുണ്ടായിരുന്നു. സോ 2 ബോട്ടിലായിട്ടാണ് പോയത്. അപ്പോൾ അതെ ഞങ്ങൾ പയ്യെ പോയി തുടങ്ങുകയാണ് കേട്ടോ. ഞാനും നേഹയാണ് ഒരു ബോട്ടിലിരുന്നത്. ഇത് നല്ല തിരക്കാണ് കേട്ടോ, ഇഷ്ടംമാതിരി ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് കയറുമ്പം തന്നെ ഇവിടുത്തെ വിയറ്റ്നാമീസ് സ്റ്റൈലിലുള്ളൊരു തൊപ്പിയൊക്കെ തരും. അത് എൻ്റെ തലയിലും കൊച്ചിൻ്റെ തലയിലും ഒട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വെയിലുള്ളൊരു സമയത്താണ് നമ്മൾ വന്നത്. ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത് ഹോയാൻ കോക്കനട്ട് വില്ലേജ് എന്നാണ്. ഇവിടുത്തെ ഭാഷയിൽ പറയുന്നത് ചാം താൻ കോക്കനട്ട് വില്ലേജ് എന്നാണ്. ഈ ഒരു വില്ലേജിന് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ട് റൈഡ് മാത്രമല്ല, പിന്നെ എന്താണ് ഇവിടെ കുക്കിംഗ് ക്ലാസ്, അങ്ങനെ വേറെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ അതിലൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഏരിയ ഉണ്ടല്ലോ, ഇതിന് പറയുന്നത് ബേമാവു കോക്കനട്ട് ഫോറസ്റ്റ് എന്നാണ്. ഇത് ഒരു കോക്കനട്ട് എന്ന് പറയുന്നുണ്ടേ, പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ കോക്കനട്ട് അല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു 2 ലക്ഷം VND ആണ് ഒരു ബോട്ടിന് മേടിക്കുന്നത് ടിക്കറ്റായിട്ട്. ഇങ്ങനെ ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഈ ബോട്ടിൻ്റെ. നമ്മൾക്ക് ഇത് ബുക്ക് ചെയ്ത് തന്നത് നമ്മുടെ ഹോട്ടൽ, നമ്മൾ സ്റ്റേ ചെയ്ത ബെൻസൺ ബൊട്ടിക്കിലെ അവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഫുള്ളുണ്ടല്ലോ, നമ്മളെ കൊണ്ടുപോകുന്ന ആളിങ്ങനെ പാട്ടും പാടിക്ക് പോകുന്നതാണ് കൊണ്ടുപോകുന്നത്, ഇവരുടെ ലാംഗ്വേജിലുള്ള ഏതോ ഒരു പാട്ടൊക്കെ. ഈ ബോട്ട് റൈഡിലുള്ളത് 40 മിനിറ്റ്സ് ബോട്ടിങ്ങും പിന്നെ ഒരു ബാസ്ക്കറ്റ് ബോട്ട് ഒരു പെർഫോമൻസും ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ ഈ ബാസ്ക്കറ്റ് ബോട്ടിൽ നിന്നിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് അയാൾ പെർഫോം ചെയ്യുന്ന ബോട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നൊരു ഏരിയ ഉണ്ടല്ലോ, ഇതൊരു ഓരോ ബോട്ടുകാർക്കും ഓരോ പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞ പോലെയാണ്. മറ്റോന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തിക്കി നിറഞ്ഞല്ലേ നിൽക്കുന്നത്. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ഈ ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ളൊരു ഭാഗം. ഇതാണ് കേട്ടോ ഇവർ പറയുന്ന കോക്കനട്ട് ട്രീ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ കോക്കനട്ട് അല്ല. ഇതിലിവർ കോക്കനട്ടാന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുകയും ചെയ്തു. അതും ശരിക്കും എന്താ പറയുന്നത്, ഇവിടെ എവിടെയോ അതിൻ്റെ ഒരു ഇതുണ്ട്. നോക്കട്ടെ, കാണുവാണെങ്കിൽ കാണിച്ചു തരാവേ. അത് ശരിക്കും എന്താ പറയുന്നത്, നമ്മുടെ കോക്കനട്ട് അല്ല, പക്ഷെ ഇവരിവിടെ പറയുന്നതിന് കോക്കനട്ട് എന്നാണ്. ആണ് കേട്ടോ ഇവിടുത്തെ കോക്കനട്ട്. ഇത് കണ്ടോ ഈ ഇരിക്കുന്ന സാധനം.
വെച്ചിട്ട് ഈ ചേട്ടനാണ് ബോട്ടിലുള്ള പെർഫോമൻസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ബോട്ടിങ്ങനെ വട്ടത്തിൽ കറക്കും. നമുക്ക് വേണമെങ്കിൽ അതിനുള്ളിലിരിക്കാം കേട്ടോ. അതിനുള്ളിലിരിക്കണമെങ്കിൽ ഒന്ന് ഇത്തിരി ധൈര്യം വേണം, 2 എക്സ്ട്രാ പേയ്മെൻറ്റ് വേണം. സ്നേഹയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിലിരിക്കണമെന്ന്, പക്ഷെ പേടിയായതുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല അവളെ അതിൽ. ശേഷം ഇവിടെ ഫിഷിംഗ് നെറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിടുന്നുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾക്കിതൊരു വലിയ ഇതായിട്ടൊന്നും തോന്നില്ലായിരിക്കും കേരളത്തിലുള്ളവരായതുകൊണ്ട്. ചുമ്മാ ഇങ്ങനെ വല ഇങ്ങനെ തിരികെ ഇങ്ങനെ ഇടുന്നൊരു ഇതാണ് അവരുടെ ഒരു ഫിഷിംഗ് നെറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വല ഇടുന്നതേ ഉള്ളൂ, മീനെ ഒന്നും കിട്ടുന്ന കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും ഇങ്ങനെ ബോട്ട് പോകുന്നതിനിടയ്ക്ക് ചിലപ്പോൾ മീൻ അവിടെ കാണത്തില്ലായിരിക്കും. നമ്മളിനി പയ്യെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴും ഉണ്ട് ഈ ബാസ്ക്കറ്റ് ബോട്ട് പെർഫോമൻസുകൾ. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകും.